നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധ കലുഷിതമാകുന്നു. വീണ്ടും വെടിയൊച്ചകൾ കേൾക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഹമാസ് തയ്യാറാവാത്തതിനെ തുടർന്ന് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഉഗ്രശാസനമാണ് ഹമാസിനെ കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. തങ്ങളുടെ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഇതൊരു വാണിംഗ് കൂടിയാണ്. കാരണം ഇനിയും ഒരുപാട് ബന്ദികളാണ് ഹമാസിന്റെ കയ്യിലുള്ളത്. കൃത്യമായി എണ്ണം ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല. ഇവരിൽ ആരൊക്കെ ഇനിയും ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു ഉത്തരവും ഹമാസ് ഇപ്പോഴും നൽകിയിട്ടില്ല. ഇരുകൂട്ടരും തമ്മിലുള്ള ബന്ദി കൈമാറ്റം നടക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ ഭീഷണി വരുന്നത്. ശനിയാഴ്ച വരെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഹമാസിന് സമയം നൽകിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഒരു ദിവസം പിന്നിടുമ്പോൾ നെതന്യാഹുവിന്റെ ഭീഷണി കൂടി രംഗത്ത് വരുന്നത്. ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നാണ് നെതന്യാഹു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേലും അമേരിക്കയും സംയുക്ത നടപടി ആലോചിക്കുന്നുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഞങ്ങൾക്ക് പൊതുവായൊരു പദ്ധതിയുണ്ട്, എന്നാൽ അത് ഇപ്പോൾ പരസ്യമാക്കാനാവില്ല. അവർ ഒന്നൊഴിയാതെ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു സംയുക്ത പ്രസ്താവനയിൽ നെതന്യാഹു ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഹമാസിന്റെ സൈനിക ശേഷിയെയും ഗാസയിൽ അവരുടെ ഭരണവും തങ്ങൾ ഇല്ലാതാക്കും. ഞങ്ങൾ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരും. ഇനിയൊരിക്കലും ഗാസ ഇസ്രായേലിനെ ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഈ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാൻ ഞങ്ങൾക്ക് അമേരിക്കയുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഗാസയെ പറ്റി അമേരിക്കൻ പ്രസിഡന്റിന്റെ പദ്ധതിയെ ശക്തമായ നീക്കമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ആശയം യാഥാർത്ഥ്യമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ ജോർദാനിലും ഈജിപ്തിലുമായി അധിവസിപ്പിച്ച് ഗാസയെ പൂർണ്ണമായും അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള പ്രദേശമായി മാറ്റുക എന്നതാണ് ട്രംപിന്റെ പദ്ധതി. ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയിരിക്കുകയാണ് ഇത്തരം പരാമർശങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് എന്താണ് ഇനി നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പശ്ചിമേഷ്യയും ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത്. 2ാം ഘട്ടത്തിൽ ബാക്കിയുള്ള കൂടുതൽ ബന്ദികളെ വിട്ടയക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ശാശ്വതമായ പ്രശ്ന പരിഹാര കരാർ, ഇസ്രായേൽ സേനയെ പിൻവലിക്കൽ എന്നിവയെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ല. അതേസമയം വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 പോലീസുകാരടക്കം മരിച്ചെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. തെക്കൻ നഗരമായ റാഫയിലെ അൽ ഷൗക്കിയിൽ സഹായം സ്വീകരിക്കാനായി വിന്യസിച്ചിരുന്ന പോലീസുകാരാണെന്നാണ് ഗാസയുടെ ഭരണാധികാരികളായ ഹമാസ് പറഞ്ഞിരിക്കുന്നത്. 2 പോലീസുകാർ സംഭവ സ്ഥലത്തും ഒരാൾ ചികിത്സയിലിരിക്കെയാണ് മരിച്ചിരിക്കുന്നത്. എന്നാൽ ആയുധധാരികളായ ഒട്ടേറെ പേർ ഗാസയുടെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നത് കണ്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരിക്കുന്നത്. തെക്കൻ ഗാസ മുനമ്പിൽ തോക്കുമായി റോന്തു ചുറ്റുകയായിരുന്നു ഹമാസിന്റെ ഒരു സംഘം. അവരെയാണ് വധിച്ചിരിക്കുന്നത്. പ്രദേശത്ത് ഇസ്രായേൽ സേന നിലകൊള്ളുന്നിടത്തേക്ക് വരികയായിരുന്നു ഹമാസ്. ഞൊടിയിടയിൽ ഇവരെ ഇസ്രായേൽ ഡ്രോൺ പാഞ്ഞെത്തി ബോംബിട്ട് വധിക്കുകയായിരുന്നു. ഒരു കൂട്ടം തോക്കുധാരികളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. ജനുവരി 19 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള 6ാം വട്ട ബന്ദി തടവുപുള്ളി കൈമാറ്റം നടന്നതിന്റെ പിറ്റേന്നാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. 3 ഇസ്രായേലി ബന്ദികളെ ഹമാസും 369 പലസ്തീൻ തടവുകാരെ ഇസ്രായേലും ശനിയാഴ്ച വിട്ടയച്ചിരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ നടത്തുന്ന 2ാമത്തെ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത്. മധ്യഗാസയിൽ സംശയകരമായ വാഹനം കണ്ടു എന്ന് പറഞ്ഞ് ഈ മാസം 2-ന് അവർ വ്യോമാക്രമണം നടത്തിയിരുന്നു. ആദ്യ ഡ്രോൺ ആക്രമണത്തിൽ റാഫ നഗരത്തിന് കിഴക്ക് 3 ഹമാസ് ഭീകര സംഘടനാ നേതാക്കളെ വധിച്ചുവെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൊല്ലപ്പെട്ടുവെന്ന് പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. IDF നിർദ്ദേശങ്ങൾ അനുസരിക്കാനും പ്രദേശത്തേക്ക് വിന്യസിച്ചിരിക്കുന്ന സേനയെ സമീപിക്കരുതെന്നും ഹമാസും പലസ്തീൻ പോലീസും ജനങ്ങൾക്ക് വീണ്ടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം നിലകൊള്ളുന്ന ഗാസയിലെ പ്രദേശങ്ങളിലേക്ക് ആരും കടന്നു ചെല്ലരുതെന്നും ഗാസക്കാർക്ക് തുടരെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗാസയിലെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. നിലവിൽ നടക്കുന്ന വെടിനിർത്തലിനിടയിൽ പലസ്തീനികൾ അംഗീകൃതമല്ലാത്ത റൂട്ടുകളിലൂടെ സ്ട്രിപ്പിന്റെ വടക്ക് ഭാഗത്തേക്ക് വാഹനം ഓടിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ മുന്നറിയിപ്പ് എന്ന നിലയിൽ സൈന്യം
സൈന്യം നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വടക്കൻ ഗാസയിലേക്ക് പോകുന്ന കാറുകൾ ഒരു സ്വകാര്യ സുരക്ഷാ കമ്പനി പരിശോധിക്കുന്ന സലാഹ് എദിൻ റോഡിൽ മാത്രമേ വടക്കോട്ടുള്ള വാഹന ഗതാഗതം അനുവദിക്കൂ. മറ്റു റോഡിലൂടെ വാഹനം ഓടിച്ചാൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഗാസക്കാർക്ക് പ്രവേശനമുള്ളൂ. അതിനപ്പുറം കടന്നാൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഓപ്പൺ ഫയർ ആയിരിക്കും ഉണ്ടാവുക. ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കൂടുതൽ ആയുധങ്ങളുമായി പൂർണ്ണ സജ്ജരാണ്. പീരങ്കിപ്പടകളെല്ലാം തന്നെ മടങ്ങിപ്പോകാതെ ക്യാമ്പ് ചെയ്യുകയാണ്. അതേസമയം ഡ്രോൺ ഉപയോഗിച്ച് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണ പദ്ധതി നടത്താനുള്ള ഹമാസിന്റെ നീക്കം പരാജയപ്പെടുത്തിയതായി IDF അറിയിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് അതിർത്തി കടന്നതായി ഡ്രോൺ തിരിച്ചറിഞ്ഞു. സംഭവ സ്ഥലത്തേക്ക് അയച്ച സൈനികർ അത് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഡ്രോൺ ഒരു റൈഫിളും വെടിക്കോപ്പും കടത്തുകയായിരുന്നുവെന്ന് സൈനികർ കണ്ടെത്തിയതായി IDF അറിയിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ച് ഈജിപ്ത് അതിർത്തിയിൽ ആയുധങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അടുത്ത മാസങ്ങളിൽ പതിവായിരുന്നു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് 15 മാസത്തെ പോരാട്ടത്തിന് ശേഷം ജനുവരിയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ദുർബലമായ വെടിനിർത്തലിനിടയിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. എൻക്ലേവിന്റെ വടക്കും തെക്കും വേർതിരിക്കുന്ന നെറ്റ്സാരിം ഇടനഴി ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം സ്ട്രിപ്പിൽ നിന്നും ഇസ്രായേൽ സൈന്യം ഇതുവരെ പിൻവാങ്ങി. ഫിലാഡൽഫി ഇടനാഴി എന്ന് വിളിക്കപ്പെടുന്ന ഗാസ ഈജിപ്ത് അതിർത്തിയിൽ IDF ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിക്കുന്നതുവരെ ഇസ്രായേൽ പ്രദേശത്ത് നിന്ന് പിൻവാങ്ങാൻ കരാറിൽ ആവശ്യപ്പെടുന്നുമില്ല.